അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ റിയാസ് മുന്നാനി കടയ്ക്കലാണ്. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ബഹുമാനികളെ, നമ്മുടെ മക്കളെല്ലാം വളരെയധികം സന്തോഷത്തിലാണ്. കാരണം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അവരുടെ എല്ലാം സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുകയാണ്. പുതിയ കൂട്ടുകാരെയും പുതിയ അധ്യാപകരെയും ഒക്കെ കാണുവാൻ, അതുപോലെ തന്നെ പഴയ കൂട്ടുകാരെയൊക്കെ ഒന്നുകൂടെ കാണുവാനും ഒക്കെ അവർക്ക് വലിയ ആഗ്രഹത്തോടു കൂടി കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ്. അതുപോലെ തന്നെ പുതിയ പുതിയ ബാഗുകളും പുതിയ വസ്ത്രങ്ങളും പുതിയ പഠനോപകരണങ്ങളുമായിട്ടൊക്കെ അവർക്ക് സ്കൂളുകളിലേക്ക് പോകാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ എല്ലാ വീടുകളിലും കാണുന്നത്. ബഹുമാനികളെ, നമ്മളും അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുത്ത്, പൈസ ഇല്ലെങ്കിൽ പോലും നമ്മൾ കടം വാങ്ങിച്ചെങ്കിലും അവർക്കെല്ലാം പുതിയ സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത് എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി കാത്തിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ എല്ലാ വീടുകളിലും കാണുന്നത്. ബഹുമാനികളെ, ഇത്രയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളരെ കരുതലോടുകൂടി സ്നേഹത്തോടു കൂടിയാണ് നമ്മളെല്ലാ രക്ഷകർത്താക്കളും നമ്മുടെ മക്കളെ വളർത്തുന്നത്. ബഹുമാനികളെ, എന്നാലും ഇപ്പോഴുള്ള കാലഘട്ടം നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമ്മുടെയൊക്കെ മക്കളെ സ്കൂളുകളിലേക്ക് വിടുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ഭയമാണ്. ബഹുമാനികളെ, ഈ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, ഓരോ വാർത്തകൾ വരുമ്പോഴെല്ലാം നമ്മൾ ഞെട്ടലോടെയാണ് അത് കേൾക്കുന്നത്. കാരണം കൊച്ചുകുട്ടികൾ മുതൽ തന്നെ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നൊരു അവസ്ഥാവിശേഷം, അതുപോലെ തന്നെ കുട്ടികളുടെ ക്രൈമുകൾ ഈ കാലഘട്ടത്തിൽ കൂടിക്കൂടി വരുന്നൊരു സാഹചര്യം, ഇങ്ങനെയൊക്കെ കുട്ടികളെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഒരു മാഫിയ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നൊക്കെ വാർത്തകൾ മുഖേന വഴി നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ബഹുമാനികളെ, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കൊക്കെ ഒരു പേടിയാണ്. നമ്മളൊരു കാര്യം ചിന്തിക്കണം. ഈ വഴിതെറ്റിപ്പോകുന്ന കുട്ടികളെ നമ്മളൊന്ന് അവരുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ, ഒന്നുകിൽ അവരുടെ പരിസരം, അവരുടെ ജീവിത അന്തരീക്ഷം അങ്ങനെയുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മോശമായ കൂട്ടുകെട്ടുകൾ അതുമൂലമായിരിക്കാം അവർ വഴിതെറ്റിപ്പോകുന്നത്. അതുമല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെ വൈകൃതമായ സ്വഭാവങ്ങൾ കൊണ്ടാകാം അവരിങ്ങനെ വഴിതെറ്റിപ്പോകുന്നത്. അപ്പോൾ മക്കൾ വഴിതെറ്റുന്നത് ഒരു പരിധിവരെ രക്ഷകർത്താക്കൾക്കും പങ്കുണ്ട് എന്നത് നാം ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ മക്കളെല്ലാം അല്ലാഹു തആല അങ്ങനെയുള്ള അവസ്ഥകളെ തൊട്ട് കാക്കുമാറാകട്ടെ. ലഹരി ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ മക്കൾക്കാർക്കും വരുത്തരുത് എന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നാം ഒരു കാര്യം മനസ്സിലാക്കണം. 90% മക്കൾ വഴിതെറ്റുന്നതിൻ്റെ പിന്നിൽ മാതാപിതാക്കളാണ് എന്ന് ഉള്ള ഒരു സത്യം നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ഉദാഹരണത്തിന്, നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് വിടുമ്പോൾ നമ്മൾ പോക്കറ്റ് മണി കൊടുക്കാറുണ്ട്. ഒരുപാട് പോക്കറ്റ് മണി കൊടുത്ത് വിടുന്നു. ആ പൈസ നമ്മൾ മനസ്സിൽ കരുതുന്നത് അവർ എന്തെങ്കിലും മിഠായിയോ അതുപോലെ തന്നെ സ്നാക്സുകളൊക്കെ വാങ്ങിച്ച് കഴിക്കട്ടെ എന്ന ഒരു മനസ്സോടെയാണ് നമ്മൾ ആ പൈസകളൊക്കെ കൊടുക്കുന്നത്. പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ, ആ പൈസ അവർ കൊണ്ടുപോയി എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ ആരും തിരക്കത്തില്ല. ഇത് ഉദാഹരണമാണ്. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നുണ്ട് അവർ നശിക്കുന്നതിന് പ്രേരകമായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ മാതാപിതാക്കൾ തന്നെ 90% അവർ വഴിപിഴയ്ക്കാൻ കാരണം നമ്മളാണ് എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനിയുടെ ഈ സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഒരു സ്വഭാവം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു പെരുമാറ്റം കൊണ്ട് നമ്മുടെ മക്കൾ വഴിപിഴയ്ക്കാൻ പാടില്ല. അപ്പോൾ ആയതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ അവർക്കുതകുന്ന കാര്യങ്ങൾ നമ്മൾ സ്വന്തം പഠിക്കുക. അവരോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടതെന്ന് നല്ലതുപോലെ പഠിച്ചതിന് ശേഷം മാത്രമാണ്, പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ വിജയിക്കുകയുള്ളൂ. നമ്മുടെ മക്കളുടെ മുന്നിൽ നമ്മൾ വിജയിക്കുകയുള്ളൂ. നമ്മൾ കാരണമായിട്ട് നമ്മുടെ മക്കൾ വഴിപിഴയ്ക്കാൻ പാടില്ല. നാളെ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഖബറിൻ്റെ അടുക്കലൊക്കെ വന്ന്
അത് പൊട്ടിക്കരന്ന് ദുആ ചെയ്യാനുള്ള നമ്മുടെ പുന്നാര മക്കളാണ്. അള്ളാഹു നമുക്ക് മക്കളെ നൽകിയത് അനുഗ്രഹമായിട്ടാണ് എന്ന് അള്ളാഹു തആല തന്നെ പരിശുദ്ധ ഖുർആനിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മക്കളെ നമ്മൾ കാരണമായിട്ട് അവരെ പിഴയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ തള്ളിയിടാൻ പാടില്ല. ബഹുമാനികളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഇത്തരണത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. മക്കളോട് ഏത് രീതിയിൽ പെരുമാറണം, വളരെ സൈക്കോളജിക്കലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് വിശദീകരിച്ച് തരുന്നു. നമ്മൾ ആ ഹദീസ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 21 വയസ്സ് വരെ നമ്മുടെ കുട്ടികളാണ് അവർ, 21 വയസ്സ് വരെ. എന്നിട്ട് 21 വയസ്സിനെ 3 ആയിട്ട് വിഭജിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യത്തെ പ്രസവിച്ച് 7 വയസ്സ് വരെ അവർ കുട്ടികളാണ്, കൊച്ചു കുട്ടികളാണ്. അപ്പം അവരോടൊക്കെ ലഇബൂഹും, അവരോട് നിങ്ങൾ പെരുമാറേണ്ടത് കളിയുടെ രൂപത്തിലാണ്, അവരോട് കളിച്ചുകൊണ്ടാണ് ഇടപഴകേണ്ടത്. അപ്പോൾ അവർ എപ്പോഴും കളിയുടെ മൈൻഡാണ് അവർക്ക്. അപ്പോൾ നമ്മളും അവരെ കൂടെ കളിക്കുകയും അവരെ കൂടെ കളിയിലൂടെ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതിന് നബി തന്നെ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്കറിയാം, ഫാത്തിമ ബീവിയുടെ മക്കൾ, അലിയാർ തങ്ങളുടെ മക്കൾ ഹസൻ ഹുസൈൻ തങ്ങൾ, അവർ കുഞ്ഞായിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമത്ത് നിന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹുസൈൻ തങ്ങൾ നബിയുടെ പിടലിയിൽ കയറിയിരുന്നു. അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിലായി കിടന്നു. ബേക്കിൽ നിൽക്കുന്ന മഅ്മൂമികളായ സ്വഹാബികൾ കാര്യം തിരക്കി, നബിയെ സുജൂദ് ഇത്ര ദീർഘിപ്പിക്കാൻ കാരണമെന്ത്? അപ്പോഴാണ് അവരും അറിയുന്നത്, ഹുസൈൻ തങ്ങളുടെ പിടലിയിൽ കയറി വാഹനമായി കളിച്ചുകൊണ്ടിരുന്നു, അവൻ ഇറങ്ങട്ടെ എന്ന് കരുതി ഞാൻ സുജൂദിലങ്ങ് കിടന്നതാണ്. അപ്പം നബി തന്നെ അവരോടൊപ്പം കളിച്ച സംഭവങ്ങൾ വേറെയും ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അവരോട് കളിച്ചിടപഴകി നബി തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കൊച്ചു കുട്ടികളോടെപ്പോഴും കളിയുടെ ഭാഷയിൽ അവരെ ആ രീതിയിൽ കൂടി നമുക്ക് കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ സാധിക്കും. അങ്ങനെ രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അടുത്ത 7 വയസ്സ് മുതൽ അടുത്ത 7 വരെ, അപ്പോൾ 14 വയസ്സ്, അടുത്ത 7 മുതൽ 14 വയസ്സ് വരെ അദ്ദിബൂഹും, അവരെ നമ്മൾ അദബുകൾ, മര്യാദകൾ പഠിപ്പിക്കേണ്ട സമയമാണ്. ഈ സന്ദർഭത്തിലാണ് മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഗുണമേന്മ, മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ആവശ്യകത നമുക്ക് മനസ്സിലായിത്തീരുന്നത്. അപ്പോൾ ആ സമയത്താണ് ഹിഫ്ള് പഠിപ്പിക്കാൻ ഉത്തമമായ സമയമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ. ആ സമയത്ത് നമ്മൾ മദ്രസകളിലൊക്കെ വിട്ട് അവർക്ക് അദബുകൾ, മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കുക. മാതാപിതാക്കളോടുള്ള കടമകൾ, കുടുംബക്കാരോടുള്ള കടമകൾ, അതുപോലെ തന്നെ സമൂഹത്തിനോടുള്ള കടമകൾ, ഇങ്ങനെ തുടങ്ങിയ മര്യാദകൾ, വീട്ടിൽ പാലിക്കേണ്ട മര്യാദ, സമൂഹത്തിനോട് കാണിക്കേണ്ട മര്യാദ, ആൾക്കാരോട് ഇടപഴകുമ്പോഴുള്ള മര്യാദ, സഹോദര സമുദായക്കാരോട് പെരുമാറുമ്പോഴുള്ള മര്യാദ, ഇങ്ങനെ തുടങ്ങിയ മര്യാദകൾ അവരെ നമ്മൾ പഠിപ്പിക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 7 മുതൽ 14 വയസ്സ് വരെ അദ്ദിബൂഹും, അവരെ നിങ്ങൾ മര്യാദകൾ പഠിപ്പിക്കുക. എന്നിട്ട് 14 വയസ്സ് മുതൽ അടുത്ത 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയം. 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സുഹിബൂഹും, അവരോട് നിങ്ങൾ കൂട്ടുകാരാകണം. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും ഇതാണ്. 14 വയസ്സ് മുതലുള്ള മക്കളെയാണ് നമ്മൾ പേടിക്കേണ്ടത്. നമ്മുടെയൊക്കെ മക്കൾ ഒരു 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്സിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു നെഞ്ചിടിപ്പാണ്, പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ വിഷയം. ഇപ്പോൾ ആൺകുട്ടി പെൺകുട്ടി ഒന്നൊന്നുമില്ല. ഈയിടയ്ക്ക് ഒരു വാർത്തയിൽ ഞാൻ കാണാനിടയായി, 4 ആൺകുട്ടികളും 1 പെൺകുട്ടിയും, മുസ്ലിം പെൺകുട്ടിയാണ്, MDMA പോലുള്ള വലിയ മാരകമായ മയക്കുമരുന്നുമായി പിടിയിലായി. അപ്പോൾ ഈ സാഹചര്യത്തിൽ, ഈ കാലഘട്ടത്തിൽ പെൺകുട്ടി ആൺകുട്ടി എന്നൊന്നുമില്ല. മക്കൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് പേടി തന്നെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെ നമ്മൾ അവരുടെ കൂട്ടുകാരായി മാറണം. ഇവിടെയാണ് നമ്മുടെ വിഷയം വരുന്നത്.
നമ്മൾ കൂട്ടുകാരെന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നവരാണ്. നമുക്കറിയാലോ, നമുക്ക് കൂട്ടുകാരുണ്ടല്ലോ. ആ എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ആശയം ഇതാണ്: മക്കൾ എല്ലാ കാര്യങ്ങളും മാതാപിതാക്കളോട് ചർച്ച ചെയ്യുന്ന, മാതാപിതാക്കളോട് തുറന്ന് പറയുന്ന ഒരു സമീപനം നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടായിത്തീരണം. മക്കൾ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന സന്ദർഭം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഫാത്തിമ ബീവി കടന്നു വരുമ്പോൾ അങ്ങനെ വരുന്ന കാണുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് വാതിലിൽ ചെന്ന് നിന്ന് സ്വീകരിക്കുമെന്ന ചരിത്രങ്ങൾ പറയുന്നത്. അപ്പോൾ അതുപോലെ മദ്രസയിൽ നിന്നും സ്കൂളുകളിൽ നിന്നെല്ലാം വീട്ടിലേക്ക് വരുന്ന കുട്ടികളെ വന്നു കയറിയ ഉടനെ എന്ത് പഠിപ്പിച്ചു എന്നല്ല ചോദിക്കേണ്ടത്. സ്കൂളിൽ എന്ത് പഠിപ്പിച്ചു, അല്ലെങ്കിൽ ട്യൂഷൻ എന്ത് പഠിപ്പിച്ചു എന്നല്ല നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്. അവരെ പിടിച്ചിരുത്തി സമാധാനത്തിൽ ഇന്ന് എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായി സ്കൂളിൽ, ഇന്ന് പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടിയോ, ആരുടെ കൂടെയൊക്കെ നീ സംസാരിച്ചു, ആരുടെ കൂടെയൊക്കെ നീ തമാശകൾ പറഞ്ഞു, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. പഠിത്തം പിന്നെ, അതിനു മുമ്പ് അവരുടെ മനസ്സ് നമ്മൾ കവരാൻ നമ്മൾ ശ്രമിക്കണം. ബഹുമാനികൾ, അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് സ്കൂളുകളിലേക്ക് വിടുമ്പോൾ നമ്മളവരെ ശാസിച്ച് വിടാൻ പാടില്ല എന്നാണ്. തിരിച്ച് വരുമ്പോഴും അതുപോലെ തന്നെ. ബഹുമാനികളെ, ഈ പ്രായം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ ഈ പ്രായത്തിന് 14 മുതൽ 21 വയസ്സ് വരെയുള്ള പ്രായത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം അവർ കുട്ടിയായിരുന്നപ്പോൾ, 14 വയസ്സ് വരെ ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ രക്ഷകർത്താക്കൾക്ക് പ്രത്യേകിച്ച് ഒരു വാത്സല്യവും കരുതലും അവരോടുണ്ടാവും. അപ്പം കുട്ടിത്തം മാറി, 14 വയസ്സ് മുതൽ അങ്ങോട്ടാകുമ്പം കുട്ടിത്തം മാറി. പിന്നെ നമ്മളവരെ വാത്സല്യിക്കാനോ അവരോട് വാത്സല്യിക്കാനോ അവരോട് മറ്റുള്ള സ്നേഹം പങ്കിടാനോ നമ്മൾ പോകാറില്ല. അത് കഴിഞ്ഞ് അപ്പോൾ ഈ കുട്ടിത്തം മാറി 21 വയസ്സ് ആവുന്നത് വരെ, 21 മുതൽ അവർ മുതിർന്നു. അപ്പം കുട്ടിക്കാലത്ത് കിട്ടിക്കൊണ്ടിരുന്ന ആ വാത്സല്യം കിട്ടുന്നതുമില്ല, മുതിർന്നവൻ ആയ ഒരു പരിഗണന അവന് ലഭിക്കുന്നതുമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ മുതിർന്നവനും കുട്ടിയും ഇടയിലുള്ള കാലഘട്ടമാണ്. അപ്പം രക്ഷകർത്താക്കളിൽ നിന്ന് മുമ്പേ കിട്ടിക്കൊണ്ടിരുന്ന ആ വാത്സല്യം അവന് കിട്ടുന്നതുമില്ല. എന്നാൽ അവനെ മുതിർന്നവനെന്ന് പരിഗണിക്കുന്നുണ്ടോ? എന്തെങ്കിലും അഭിപ്രായങ്ങൾ അവർ നമ്മളോട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ഇപ്പോൾ ഇവിടെ അഭിപ്രായം പറയാൻ വേറെ ആളുണ്ട് എന്ന്, മുതിർന്നവരുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ അവർ ആട്ടി ഓടിക്കും. അപ്പോൾ പറഞ്ഞു വന്നത്, കൊച്ചിലെ കുട്ടിയായിരുന്നപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന വാത്സല്യം കിട്ടുന്നതുമില്ല, മുതിർന്നവൻ എന്നുള്ള പരിഗണനയും കിട്ടുന്നില്ല. ഈ സന്ദർഭത്തിലാണ് പല മക്കളും പല രീതിയിൽ വഴിതെറ്റിപ്പോകാൻ കാരണമായി തീരുന്നത്. ശാസ്ത്രം തന്നെ അതിന് തെളിവുകൾ നൽകിയിട്ടുണ്ട്. ബഹുമാനികളെ, അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. എപ്പോഴും നമ്മൾ അവരോട് വാത്സല്യത്തോടെ പെരുമാറുക. അതുപോലെ തന്നെ സമത്വം. നമ്മൾ 2 3 മക്കളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ മക്കളെയും നമ്മൾ ഒരുപോലെ സ്നേഹിക്കണം. ഒരു മുട്ടായി വാങ്ങിക്കൊണ്ട് കൊടുത്താൽ പോലും 3 പേർക്ക് നമ്മൾ ഒരുപോലെ കൊടുക്കണം. ഒരാൾക്ക് കുറഞ്ഞു പോയി ഒരാൾക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ എന്നെക്കാളും സ്നേഹം മറ്റവനാണ്, അല്ലെങ്കിൽ എന്നെക്കാളും സ്നേഹം മോളോടാണ്, ഇങ്ങനെയൊക്കെയുള്ള തോന്നൽ ഈ കുട്ടികളുടെ മനസ്സിൽ വേഗം ഉണ്ടായിത്തീരും. അതുകൊണ്ട് സമത്വം, 3 പേരുണ്ടെങ്കിൽ ഒരേ രീതിയിൽ നമ്മൾ അവരോട് സ്നേഹത്തോടെ ഇടപെടണം. സമത്വം പ്രധാനമായൊരു കാര്യമാണ്. പല മാതാപിതാക്കളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യവുമാണത്. ചിലപ്പോൾ ഇളയ മക്കളോട് പ്രത്യേകിച്ച് കാരുണ്യവും അതുപോലെ സ്നേഹവും നമുക്ക് കൂടും. അത് മറ്റുള്ള മുതിർന്ന കുട്ടികൾ, നമ്മുടെ മൂത്ത മക്കൾ കാണുമ്പോൾ അത് അവൻ്റെ മനസ്സിലൊരു വിഷമമുണ്ടാക്കും. അതുപോലെ തന്നെ അവരെ ശപിക്കുന്ന സ്വഭാവം നമ്മൾ ഒഴിവാക്കണം. മക്കളെ ഒരിക്കലും ശപിക്കാൻ പാടില്ല. മാതാപിതാക്കളുടെ നാവിൽ നിന്ന് അറിയാതെ പോലും എന്തെങ്കിലും മക്കളെ സംബന്ധിച്ച് കേടായി വന്നു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ അല്ലാഹു തആല സ്വീകരിക്കുമെന്നാണ് ഹദീസുകളിലുള്ളത്. അതുകൊണ്ട് നമ്മുടെ വെക്കെന്ന് വരുന്ന ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് നമ്മളവരെ ശപിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുഃഖിക്കുന്നത് നമ്മളായിരിക്കും. അതുകൊണ്ട് ശാപവാക്കുകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ എപ്പോഴും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെ സ്കൂളുകളിലേക്ക് വിട്ടാൽ തവക്കുലാക്കി അള്ളാഹുവിനെ ഏൽപ്പിച്ച് വിടുക. എന്നിട്ട് നമ്മൾ അവരെ വഴിപിഴച്ച് പോകുന്നതിൽ നിന്നും തടയുവാൻ, അതുപോലെ തന്നെ വഴികെട്ട കൂട്ടുകളിൽ നിന്നെല്ലാം മാറ്റി നിർത്തുവാൻ നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യുക. അതുപോലെ തന്നെ നല്ല ഉപദേശങ്ങൾ നൽകുക.
നമുക്ക് നൽകാൻ പറ്റിയില്ലെങ്കിൽ ഉപദേശം കിട്ടുന്ന സദസ്സിലേക്ക് അവരെ കൊണ്ടുപോവുക. അതുപോലെ തന്നെ മര്യാദകൾ അവരെ പഠിപ്പിക്കുക. സമൂഹത്തിനോടും കൂട്ടുകാരോടും ഒക്കെ ഇടപഴകുന്ന രീതിയും അതുപോലെ തന്നെ നമ്മൾ പാലിക്കേണ്ട മര്യാദകളൊക്കെ അവരെ പഠിപ്പിക്കുക. അതുപോലെ നല്ല നല്ല ആൾക്കാരോടൊപ്പം സഹകരിപ്പിക്കുക. പണ്ഡിതന്മാരോടൊപ്പവും അതുപോലെ തന്നെ ഉസ്താദന്മാരോടൊപ്പമൊക്കെ അവരെ സഹകരിപ്പിക്കുകയും അവരുടെ ഉപദേശങ്ങൾ നമ്മൾ അവർക്ക് വാങ്ങിക്കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നമ്മൾ സ്കൂളുകളിലേക്കൊക്കെ വിടുമ്പോൾ നമ്മളവരെ വഴക്ക് പറഞ്ഞ് ശകാരിച്ച് വിടാൻ പാടില്ല. കാരണം അവർ വേറൊരു ലോകത്തേക്ക് പോവുകയാണ്. സ്കൂള് വേറൊരു ലോകമാണ്. അപ്പോൾ ആ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ശകാരിച്ച് അവരുടെ മനസ്സിൽ നമ്മളോട് ഒരു വെറുപ്പ് ഉണ്ടാക്കി വിടാൻ പാടില്ല. അത് എല്ലാ മാതാപിതാക്കളും ചെയ്യുന്ന ഒരു അബദ്ധമാണ്. അത് ഒഴിവാക്കുക. അതുപോലെ തന്നെ അവർ തിരിച്ച് മടങ്ങി വരുന്ന സാഹചര്യം, അവർ വീട്ടിലേക്ക് ഓടി വരുന്ന സന്ദർഭം, അവർ ചിലപ്പോൾ സ്കൂളുകളിൽ നിന്നും എന്തെങ്കിലും വിഷമങ്ങൾ സംഭവിച്ച് സഹിക്കാനാവാതെയായിരിക്കും അവർ നമ്മുടെ ബാപ്പയോട് പറയാം അല്ലെങ്കിൽ ഉമ്മയോട് പറയാമെന്ന രീതിയിൽ വളരെ ആകാംക്ഷയോടെ ആയിരിക്കും അവർ വീട്ടിലേക്ക് അഭയം തേടി ഓടി വരുന്നത്. അപ്പോഴാണ് നമ്മൾ അങ്ങോട്ട് അവരുടെ ദേഷ്യപ്പെടുകയും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് തകർന്നു പോകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മാതാപിതാക്കളും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളെ യാത്രയാക്കുമ്പോൾ, സ്കൂളിലേക്ക് യാത്രയാക്കുമ്പോൾ നല്ല സന്തോഷത്തോടു കൂടി നല്ല വാക്ക് പറഞ്ഞു വിടുക. തിരിച്ചവർ മടങ്ങി വരുമ്പോൾ സന്തോഷത്തോടു കൂടി ആനയിച്ച് അവിടെ ഇരുത്തി അവരോട് കുറച്ചു നേരമെങ്കിലും സന്തോഷത്തോടു കൂടി സംസാരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക. അതുപോലെ തന്നെ നമ്മൾ പോക്കറ്റ് മണി ഒരുപാട് അവർക്ക് കൊടുക്കാതിരിക്കുക. ആവശ്യത്തിന് കൊടുക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, ആവശ്യത്തിന് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ അവർ വരുമ്പോൾ നമ്മൾ ചോദിക്കുക എന്തെല്ലാം വാങ്ങി എന്ന് നമ്മൾ ചോദിക്കൽ നമുക്ക് കടമയാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് പൈസ, നമ്മുടെ എത്ര പൈസ ഉണ്ടെങ്കിലും മക്കളെ നമ്മൾ പൈസയുടെ വില അറിഞ്ഞു തന്നെ വളർത്തണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മളെപ്പോഴും അവരുടെ സ്കൂളുകളിലേക്ക് അവർ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി നമ്മൾ സന്ദർശിക്കണം. അപ്പോൾ അവർക്ക് മനസ്സിലൊരു തോന്നലുണ്ടാകണം, ഏത് സമയവും നമ്മുടെ വാപ്പ അല്ലെങ്കിൽ ഉമ്മ നമ്മളെ കാണാൻ വേണ്ടി ഇവിടേക്ക് വരും എന്നുള്ളൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന രീതിയിൽ അവർ പ്രതീക്ഷിക്കാതെ അങ്ങോട്ടാ പോകുന്ന സന്ദർഭത്തിൽ അവരെ കയറി അവരുടെ ടീച്ചറെയൊക്കെ കണ്ട് അവരുടെ കൂട്ടുകാരെയൊക്കെ കണ്ട് നമ്മൾ സംസാരിച്ചിട്ട് മടങ്ങി വരണം. പ്രത്യേകിച്ച് ഉപ്പമാരത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വേറൊരു കാര്യം, അവരുടെ എല്ലാം കൂട്ടുകാരെ നമ്മൾ കറക്റ്റ് മനസ്സിലാക്കിയിരിക്കണം. അവർക്ക് അവരുടെ പ്രധാനപ്പെട്ട ഫ്രണ്ട്സുകൾ ആരൊക്കെയാണ്, അവരാരോടൊക്കെയാണ് സഹകരിക്കുന്നത്. അതുപോലെ തന്നെ കൂട്ടുകാരുടെ പാരൻസിൻ്റെയും നമ്പരും അവരോടും ഒരു കോണ്ടാക്റ്റ് നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ടീച്ചേഴ്സിനെ നമ്മൾ പ്രത്യേകിച്ച് പരിഗണിക്കണം. അവരുടെ ടീച്ചേഴ്സിനെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവരെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് അവരുടെ പഠിത്ത നിലവാരങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മക്കളിൽ എന്തെങ്കിലും സ്വഭാവ മാറ്റങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് അത് നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളവരെ നിരീക്ഷിക്കുകയും വേണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മാതാപിതാക്കൾ ഈ കാലഘട്ടത്തിൽ പഠിക്കേണ്ടതുണ്ട്. പഠിച്ച് തന്നെ നമ്മുടെ മക്കളോട് നമ്മൾ ഇടപഴകുക. അല്ലാഹു തആല നമ്മളെ മക്കളെ എല്ലാവരെയും ഇങ്ങനെയുള്ള വിപത്തുകളിൽ നിന്നും കണ്ണുകളിൽ നിന്നെല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാവരും ദുആ ചെയ്യുക. എൻ്റെ മക്കൾക്ക് വേണ്ടിയും നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക എന്ന് ഞാൻ ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ നിർത്തുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ ഉപദേശങ്ങൾ എത്തിക്കുക. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.